ഗാസിയാബാദിലെ ട്രോണിക്ക സിറ്റിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ 2 പേർ പോലീസ് പിടിയിലായി. എന്തിനാകും ഇത്ര കാലം ഒപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ അവർ ഇരുവരും ചേർന്ന് കൊന്നിട്ടുണ്ടാവുക? ജനുവരി 22-ന് ട്രോണിക്ക സിറ്റിയിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കാണാനില്ലെന്ന പരാതിയുമായി എത്തുകയാണ്. റുബീന എന്നായിരുന്നു ആ യുവതിയുടെ പേര്. തന്റെ ഭർത്താവായ മെഹ്താബിനെ ജനുവരി 18 മുതൽ കാണാനില്ലെന്നായിരുന്നു അവരുടെ പരാതി. അന്നേ ദിവസം തന്റെ സുഹൃത്തുക്കളായ നീരജ് പാൽ, ഹർഷിത് പട്ടേൽ എന്നിവരെ കാണാൻ അദ്ദേഹം പോയിരുന്നു എന്നായിരുന്നു ഭാര്യ പറയുന്നത്. പിന്നീട് അദ്ദേഹം മടങ്ങി വന്നിട്ടില്ല. ആ 2 സുഹൃത്തുക്കളാണ് തന്റെ ഭർത്താവിന്റെ തിരോധാനത്തിന് പിന്നിലെന്നായിരുന്നു റുബീന പോലീസിനോട് പറഞ്ഞത്. ഭാര്യയായ റുബീന നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മെഹ്താബിനായുള്ള അന്വേഷണം ആരംഭിച്ചു. വൈകാതെ തന്നെ ആ 2 സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ മെഹ്താബിനെ കൊലപ്പെടുത്തിയത് തങ്ങൾ തന്നെയെന്ന് അവർ പോലീസിനോട് സമ്മതിച്ചു. इसी क्रम में आज दिनांक 23/26 को 2 अभियुक्तों नीरज एवं हर्षित पटेल निवासी पूजा कॉलोनी, इन दोनों को गिरफ्तार किया गया है. इनके पास से हत्या की घटना में शामिल कारित करने में शामिल एक बैटरी ऑटो तथा आला कत्ल मफलर भी बरामद हुआ है. जब इनसे पूछताछ की गई तो यह ज्ञात हुआ कि दिनांक 18/1/26 की रात्रि करीब 8:30 बजे नीरज ने हर्षित के फ़ोन से कॉल करके मेहताब को बुलाया था. उसके बाद ये तीनों ऑटो में सवार होकर सिग्नेचर सिटी के रास्ते तरफ जा रहे थे. इसी क्रम में नीरज ऑटो चला रहा था, हर्षित ऑटो चला रहा था एवं नीरज और मेहताब पीछे बैठे हुए थे. नीरज ने अप्राकृतिक कृत्य करने के लिए मेहताब पर दबाव बनाया, जिसका विरोध करने को लेकर नीरज और मेहताब में झगड़ा हुआ था. जिसके उपरांत सिग्नेचर सिटी की तरफ जाते समय उसमें नीरज ने मेहताब को चलती ऑटो से धक्का देकर गिरा दिया, जिसके उपरांत उसे काफ़ी चोटें आई. इन दोनों ने नीरज और हर्षित ने उसके उपरांत ऑटो रोककर उसे देखा तो बेसुध पड़ा हुआ था. उसके उपरांत पकड़े जाने की डर से इन दोनों ने मिलकर उसके मफलर से उसका गला दबा दिया और 100 को आगे ले जाकर छुपाने का प्रयास करने लगे. जब सिग्नेचर ब्रिज पर वहाँ पहुँचे तो वहाँ पर काफ़ी भीड़ होने की वजह से उसे यमुना नदी में जो इनका पहले फेंकने का प्लान था उस नहीं फेंक पाए. उसके बाद सिग्नेचर ब्रिज से उतरने के बाद थाना तिमारपुर क्षेत्र में मेहताब की शव को ये फेंककर वहाँ से फरार हो गए. അവർ ഇരുവരും ചേർന്ന് മെഹ്താബിനെ കൊല്ലാനുണ്ടായ കാരണം ഇതായിരുന്നു. മെഹ്താബിന് താല്പര്യമില്ലാത്ത എന്തൊക്കെയോ പ്രവർത്തികളിൽ ഏർപ്പെടാൻ സുഹൃത്തുക്കളായ ഇരുവരും ചേർന്ന് അയാളെ പ്രേരിപ്പിക്കുന്നു. മെഹ്താബ് അതിന് വിസമ്മതിച്ചപ്പോൾ ഇരുവരും ചേർന്ന് അയാളെ വാഹനത്തിന് പുറത്തേക്ക് തള്ളിയിട്ടു. പുറത്തു വീണ മെഹ്താബിനെ അവർ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. ഒടുക്കം മെഹ്താബിനെ മർദ്ദിച്ചതിനെ തുടർന്ന് പോലീസ് പിടിയിലാകുമെന്ന് ഭയന്ന് ഇരുവരും ചേർന്ന് ആ പാവം മനുഷ്യനെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം മെഹ്താബിന്റെ മൃതദേഹം അവർ യമുനയിൽ ഉപേക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഗതാഗത കുരുക്ക് കാരണം അത് ചെയ്യാൻ കഴിഞ്ഞില്ല. പകരം ആ മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച് അവർ ഓടിപ്പോയി. മെഹ്താബിനെ കൊന്ന ഓട്ടോറിക്ഷയും കൊല്ലാൻ ഉപയോഗിച്ച മഫ്ലറും സംഭവസ്ഥലത്ത് വെച്ച് പോലീസ് കണ്ടെടുത്തു. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.